നമുക്കത് കഴിയണമെന്ന് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന പീഡിതരായ മർദ്ദിതരായ സമൂഹം. ഇത് പറയുമ്പോൾ പണ്ട് ഞാൻ പറയുമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതും എന്റെ പ്രസംഗത്തിന് ഒരു പ്രശ്നമായിരുന്നു. സവർണ മേധാവിത്വത്തിനെതിരെ ഞാൻ അതിശക്തമായി പ്രസംഗിക്കുമായിരുന്നു. അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പല ജാതി വിഭാഗങ്ങളും നേടിയെടുത്ത അനർഹമായ ആനുകൂല്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. അതും തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എന്റെ രൂക്ഷമായ ശൈലി കൊണ്ട് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ അസ്വസ്ഥതകൾ ഇനി ഞാൻ എന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ പഴയതുപോലെ പറയും, പക്ഷെ അസ്വസ്ഥതകൾ ഉണ്ടാക്കില്ല. ഞാൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കില്ല. കാരണം എന്താ? എന്റെ പ്രശ്നത്തിൽ ഞാൻ പീഡനം അനുഭവിച്ചപ്പോൾ, ഞാൻ യാതന അനുഭവിച്ചപ്പോൾ, ആ യാതനകളും പീഡനങ്ങൾക്കുമെതിരെ എന്റെ സമുദായം രംഗത്തിറങ്ങുന്നതിന് മുമ്പ്, എന്റെ സമുദായം ശബ്ദിക്കുന്നതിന് മുമ്പ്, എന്റെ സമുദായം ഭീതി പൂണ്ടു നിന്നപ്പോൾ മഅദനിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ തന്നെ തളർന്നു. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് NSA കൂടെ വന്നു എന്ന് കേട്ടപ്പോഴേക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സലാം ചൊല്ലിയിട്ട് പലരും മാറി പേടിച്ചിരുന്നു. കുറ്റമല്ല, കാരണം മഅദനിയെ ഇത്രയും വലിയ ബഹളമൊക്കെ സൃഷ്ടിച്ച ആളെ ഉള്ളിൽ പോയെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുന്നത് കുറ്റമല്ല. ഒരുപാട് വിഷമിച്ചു, ഒരുപാട് വേദനിച്ചു. ഈ സന്ദർഭത്തിൽ എനിക്കെതിരെ NSA വന്നപ്പോൾ ഈ NSAക്കെതിരെ ആദ്യമായി എനിക്ക് വേണ്ടി ശബ്ദിച്ചത് ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദമായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് എനിക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ച വ്യക്തിത്വം. മോശക്കാരനാണോ? വിവരമില്ലാത്ത ആളാണോ? വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണോ? നീതി അറിയാത്ത ആളാണോ? നിയമം അറിയാത്ത ആളാണോ? എനിക്കെതിരെ NSA നിയമവിരുദ്ധമാണ്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ശബ്ദിച്ചത് VR കൃഷ്ണയ്യരാണ്. ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ജനലി കൂടെ നോക്കുകയാണ്, ആരെങ്കിലും പരിചയക്കാരുടെ മുഖം കാണുന്നുണ്ടോ എന്ന്. ഞാൻ അപ്പോൾ അവിടെ കണ്ട രണ്ട് മുഖങ്ങൾ, അന്നത്തെ പുരോവാസുവിന്റെ മുഖവും മറ്റൊന്ന് അന്നത്തെ വി പ്രഭാകരനും പിന്നീട് ശംസുദ്ദീനുമായ വി പ്രഭാകരന്റെ മുഖവുമാണ് ഞാൻ അവിടെ കണ്ടത്. കോഴിക്കോട്ട് മുസ്ലിങ്ങളില്ലാത്തതുകൊണ്ടാണോ ആരും സ്റ്റേഷന്റെ അടുത്തേക്ക് വരാതിരുന്നത്? അല്ല, വാസുവേട്ടന് വരണമെന്ന് തോന്നി. അബ്ദുൽ നാസർ മഅദനി ഉള്ളിൽ കൊണ്ടുവന്നു കേട്ടപ്പോൾ വാസുവേട്ടന് വരണമെന്ന് തോന്നി, വി പ്രഭാകരന് വരണമെന്ന് തോന്നി. മുസ്ലിം ആയതുകൊണ്ടല്ല, മനുഷ്യത്വം ഉള്ളിലുള്ളത് കൊണ്ട്. അപ്പൊ ഇപ്പൊ ഞാനൊരു തീരുമാനത്തിലാണ്, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ആരെയും ഞാൻ ഒരു നിലയിലും വേദനിപ്പിക്കുകയില്ല. നല്ലതാണോ മോശമാണോ തീരുമാനം? അപ്പൊ ഇന്ന് കൊല്ലത്ത് ചോദിച്ച പത്രക്കാരനോട് നാളെ സിറാജിന് മറുപടി പറയാം. അന്ന് തിരുവനന്തപുരത്തും ചോദിച്ചു, ഇന്ന് കൊല്ലത്തും ചോദിച്ചു പത്രക്കാരനെ. നിങ്ങളുടെ കൂടി ആളുകൾ നിൽക്കുന്നത് ഈ പള്ളിമുക്കിലൊക്കെ 2-3 മണിക്കൂർ വരാൻ പറ്റാതെ ഈ ബ്ലോക്ക് ആകുന്നതും ഒക്കെ മഅദനി സാഹിബെ നിങ്ങളുടെ പ്രസംഗത്തിന്റെ രൂക്ഷമായ ആ ശൈലിയിൽ ഇഷ്ടപ്പെടുന്നവരല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നിങ്ങളെല്ലാം നിങ്ങളെ വിട്ടിട്ട് പോവില്ലേ എന്ന് ചോദിച്ചു. അപ്പോ വളരെ ശക്തമായി തന്നെ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഇൻഷാ അല്ലാഹ് ജയിൽ ജീവിതം എനിക്ക് സമ്മാനിച്ച ഒരു സംഭാവനയാണ്. ആരെയും ഇനി ഹൃദയവേദന ഉണ്ടാക്കുന്നതിന് ഞാൻ പ്രസംഗിക്കുകയല്ല എന്നുള്ള തീരുമാനം, ഇൻഷാ അല്ലാഹ് തീരുമാനം ഞാൻ പാലിക്കും. ആരെയും ഇനി പ്രസംഗത്തിലൂടെ ഞാൻ വേദനിപ്പിക്കുകയില്ല. ആർക്കും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു പ്രസംഗവും ഒരു സംസാരവും എന്റെ പ്രസംഗത്തിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവരികയില്ല. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ കാര്യത്തിൽ എനിക്കൊരു അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആയാലേ പറ്റുള്ളൂ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പകുതി മുസ്ലിമും പകുതി കാഫിറുമായാൽ പറ്റില്ല. പൂർണ്ണമായി മുസ്ലിങ്ങളായേ പറ്റുള്ളൂ മക്കളെ. അതുകൊണ്ട് ഈ രാത്രിയിൽ മഴ നനഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റണം. മതമൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കും നമ്മളെന്ന്. നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമ്മളെ സർവാത്മന സമർപ്പിക്കുന്നവരായിരിക്കുമെന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു ഉറച്ച അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ശക്തമായ സഹജീവികളോടുള്ള സ്നേഹം അത് ഇഖ്ലാസിന്റെ പേരിലുണ്ടാകണം, ആത്മാർത്ഥതയുടെ പേരിലുണ്ടാകണം. എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഏത് പൊതുപ്രവർത്തനം നടത്തുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. ഇത്രയും കാലം എനിക്ക് നിങ്ങൾക്കൊക്കെ കുറെയൊക്കെ അതിനുള്ളിൽ കുഴപ്പങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ഇറങ്ങുന്നുണ്ടേ, ഏത് രാഷ്ട്രീയക്കാരിറങ്ങിയാലും അതിന്റെ പിന്നിൽ വോട്ട് എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ
PDP അതിൽ നിന്ന് മാറണം. മുക്കുന്ന മുഴുവൻ ആളുകളും PDP-ക്കാരാന്ന് കരുതിക്കൊണ്ട് പറയല്ല, ഞാൻ എടുത്ത തീരുമാനം പറയുകയാണ്. PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഇൻഷാ അല്ലാഹ് ഒന്നാമതായി സാമൂഹ്യ സേവനം ചെയ്യുന്നവരാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവരാദ്യമായി ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കാര്യത്തിന് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന ഉദ്ദേശത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യണം. വോട്ടും രാഷ്ട്രീയവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതെന്താ സ്വീകരിക്കാൻ പറ്റൂലേ? ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഈ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ആക്ഷേപിക്കുന്നവരുടെ പേരിൽ കേരളത്തിലെ നിയമസഭയിലെ ഓരോ വർഷവും നൂറുകണക്കിന് കൊലപാതകങ്ങളുടെ ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മളിൽപ്പെട്ട ഒരാളുടെ പേര് പോലും ഇന്ന് വരെ കഴിഞ്ഞ 993 ശേഷം ഈ 2007 14 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ കൊലപാതകം പോലും നടത്തിയതായിട്ട് ഒരു തെളിവ് പോലും കേരള നിയമസഭയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും പറയുന്നു തീവ്രവാദികളാണെന്ന്. ഇത് തന്നെ കോയമ്പത്തൂരിൽ എന്നെ കുറിച്ചും പറഞ്ഞത്. ഒരു തെളിവുകളുമില്ലെന്നും ഒരു സാക്ഷിയും എനിക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും കോടതിയുടെ മുമ്പിൽ എല്ലാ രീതിയിലും വ്യക്തമാക്കപ്പെട്ടിട്ടും എനിക്കെതിരെ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ കൊടുത്തു മാസ്റ്റർ മൈൻഡ് ഓഫ് അല്ലുമ്മയുടെ മാസ്റ്റർ മൈൻഡാണ് എനിക്കെതിരെ ഒരു സാക്ഷി പോലും തെളിവ് പറഞ്ഞിട്ടില്ലാത്തപ്പോൾ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തു 30 സാക്ഷികൾ എനിക്കെതിരെ തെളിവ് പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ എല്ലാം ഞാൻ എന്റെ പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ട് അവിടെ എല്ലാ തെളിവുകളും കൊടുത്തിട്ട് ഞാൻ എനിക്കെതിരെ പറഞ്ഞ എനിക്കും എതിരെ ഹാജരാക്കിയ മുഴുവൻ സാക്ഷികളുടെയും സാക്ഷിമൊഴികൾ സുപ്രീം കോടതിയിൽ കൊടുപ്പിച്ചു. പക്ഷേ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അത് സ്വീകരിച്ചില്ല. എന്റെ കേസിനെ കുറിച്ച് പറയും അത് മെറിറ്റിലേക്ക് പോകാൻ പറ്റൂല, ജാമ്യം കൊടുക്കാനും പറ്റൂല. ഞാൻ കോടതികളെ വിമർശിക്കുന്നില്ല. ഞാൻ CG സ്കാനും MRI സ്കാനും ഒക്കെ എടുത്ത് നേരത്തെ സിറാജ് പറഞ്ഞ പോലെ മുറിക്കപ്പെട്ട കാലിന്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്യാനുള്ള കൃത്രിമക്കാലിന്റെ അളവും കൊടുത്തിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ചാടി വന്നത് കോടതിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. വക്കീലിനോട് 2 കാര്യം ചോദിച്ചു. ഒന്നുകിൽ നിങ്ങൾക്ക് അവധിക്ക് അപേക്ഷ കൊടുത്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് കേസ് വിളിപ്പിക്കാൻ പറയാം, പക്ഷേ ഹൈക്കോടതിയുടെ ഓർഡർ ആയതുകൊണ്ട് ഹൈക്കോടതിയിൽ അത് പറയണം. അതല്ലെന്ന് വരികിലേ നിങ്ങൾ ഹാജരാകണം. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹാജരാകാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നാളെ എറണാകുളത്തേക്ക് പോകാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് കോടതിയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ്, നിയമവാഴ്ചയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് ഞാൻ കോടതികളെ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒരു മനുഷ്യജീവിയെ, വികലാംഗനായ ഒരു മനുഷ്യജീവിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് യാതൊരു ചികിത്സയും തരാതെ രോഗങ്ങൾക്ക് മൊത്തം ജയിലാശുപത്രിയിൽ കിട്ടുന്ന പവർഫുൾ പെയിൻ കില്ലർ ഇത് മാത്രം, എന്റെ രോഗങ്ങൾക്ക് എനിക്ക് തരുന്ന മരുന്ന്, ശക്തിയേറിയ വേദന സംഹാരി ഗുളികകൾ, അത് കഴിച്ചാൽ കിഡ്നിക്ക് ബാധിക്കുന്ന ശക്തമായ ഗുളികകൾ മാത്രം തന്നിട്ട് എത്ര വർഷമായല്ലേ അവരെ തെറ്റിരുന്നത്? 9.5 വർഷം ഒരു ചികിത്സയും തരാതെ, ജാമ്യം തരാതെ, അവസാനമോ ഒരു ചെറിയ കുറ്റമെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? ഒരു ചാർജെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? എന്റെ മേൽ ആരോപിക്കപ്പെട്ട 120B മുതൽ തുടങ്ങുന്ന ഗൂഢാലോചന മുതൽ തുടങ്ങുന്ന 302, 120B, 307 എക്സ്പ്ലോസീവ് ആക്ട് എല്ലാം എന്നോട് ബന്ധപ്പെട്ട് നടന്ന നാടകത്തിന്റെ പൊരുൾ മനസ്സിലാകണമെങ്കിൽ കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കപ്പെട്ടതിൽ എന്നോട് ബന്ധപ്പെട്ട് ഹാജരാക്കപ്പെട്ട ഏതെങ്കിലും നിലയിൽ പേരുകൾ കൊണ്ട് പരാമർശിച്ചിരുന്നത് 3 ആളുകളെയാണ്. ഒന്ന് ഞാന്, ഒന്ന് തെക്കുംഭാഗക്കാരനായ രാജു എന്ന സഹോദരന്, ഒന്ന് കോഴിക്കോട് മാറാടുകാരനായ അഷ്റഫ് എന്ന സഹോദരന്. ഈ 3 പേരെയാണ് എന്നോട് ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന് നാടകം സൃഷ്ടിച്ചത്. ഈ 3 പേരെയും കോടതി വെറുതെ വിട്ടു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 പേരെയും കോടതി വെറുതെ വിട്ടു. തെക്കുംഭാഗക്കാരന്റെ പേരിൽ ആരോപിച്ച കുറ്റം, അയാൾ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് ഹൈ എക്സ്പ്ലോസീവായ PK, RDX എന്ന 2 ഹൈ എക്സ്പ്ലോസീവ് അത്യുഗ്രമായ സ്ഫോടന ശേഷിയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നു. എനിക്കിവിടെ വെടിമരുന്ന് വെച്ചോടല്ലായിരുന്നു ജോലി, എനിക്ക് കൊടുത്തു. എന്നിട്ട് അയാളെ അതിന്റെ പേരിൽ ആ പേര് പറഞ്ഞുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു. മിലിറ്ററിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നിട്ട് കോയമ്പത്തൂർ കോടതിയിൽ നിന്നിട്ട് പറഞ്ഞു, ഇന്ത്യൻ മിലിറ്ററിയിൽ ഉണ്ടാക്കുന്ന ഈ സാധനം ഒരു കാരണവശാലും അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, ഇത് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ദിവസത്തിൽ അവിടെയുള്ള സ്റ്റോക്ക് ഇത്ര കിലോ ആണ്. അതിന്റെ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇത്ര കിലോ ആണ്. 1 ഗ്രാം സാധനം പോലും, മിലിറ്ററിയുടെ സാധനത്തിന്റെ അളവ് 1 ഗ്രാം സാധനം പോലും കുറഞ്ഞിട്ടില്ല അവിടെ. പിന്നെങ്ങനെ ഈ തേവലക്കരക്കാരനായ ഒരാളെ ഇതിനകത്ത് പെടുത്തി? അയാളെ ഇതിനകത്ത് ഗൂഢാലോചനയിലൂടെ പെടുത്തി.
കോഴിക്കോടുകാരനായ സഹോദരനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു. അത് ഞാൻ